അപ്പോൾ എന്തിനാണ് നിങ്ങൾ ഉടമ്പടി എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. എന്താണ്? ദൈവത്തെ എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. നമ്മളെ വിശേഷവിധിയായാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്. മനസ്സിലായാൽ? എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നില്ലേ? പക്ഷെ നമ്മൾ ഉടമ്പടിയിലേക്ക് വരണം എന്തിനാണ്? വിശേഷവിധിയായി. ഒന്ന് പറഞ്ഞേ, വിശേഷവിധിയായി ദൈവത്തെ സ്നേഹിക്കാൻ. അതെന്താ അങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താ വെച്ചാൽ ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് എൻ്റെ ഉത്തരം. എന്താണ് വിശേഷവിധിയായി എന്ന് പ്രത്യേകം പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. എന്താണ് വിശേഷവിധിയായി? 5:46 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന യേശുവേ മഹത്വം മഹത്വം. മത്തായി 5:46 നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ, അത് പറഞ്ഞേ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? ചുങ്കക്കാർ പോലും അങ്ങനെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളുവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? എന്തിനാണ് ഉടമ്പടി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ വാക്ക് പറയാം. എന്താണ്? ദൈവത്തെ സ്നേഹിക്കാൻ. എങ്ങനെ സ്നേഹിക്കാൻ? വിശേഷവിധിയായി എന്ന് പറഞ്ഞ് വിശേഷവിധിയായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കമ്പാരിസനാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈശോയോട് പറയും അത് മറ്റുള്ളവരും ചെയ്യുന്നുണ്ടെന്ന് പറയും. നിങ്ങളെ ന്യൂട്രലൈസ് കളയും. നിങ്ങൾ എന്ത് പുണ്യപ്രവർത്തികൾ ചെയ്താലും എപ്പോഴും നിങ്ങളുടെ ഒരു പ്രതിയോഗിയെ നിങ്ങൾ മനസ്സിൽ കാണണം. പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലേ? നിങ്ങളിപ്പോൾ ഉപവസിക്കുകയാണ്. അപ്പോൾ ഈശോ പറയും എന്തിനാണ് ഉപവസിക്കുന്നത്? അത് മകളൊക്കെ അടിക്കുക. തീർന്ന് ആ സാധനം ഉപവാസത്തിന് ഗ്യാസ് ഔട്ടായി. നിങ്ങൾ ഉപവസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈശോ ചോദിക്കും എന്തിനാണ് ഉപവസിക്കേണ്ടത്? അത് മകളൊക്കെ അടിക്കാൻ. തീർന്ന്. എന്താ കാര്യം? അത് ഒരു വിഷയം വെച്ച് നിങ്ങൾ ദൈവത്തിൻ്റെ സമ്മർദ്ദത്തിലാക്കുകയല്ലേ? ഒരു വിഷയം വെച്ചിട്ടേ ഞാനിവിടെ എൻ്റെ മകളെ കെട്ടിച്ചില്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് ചാകുമെന്നല്ലേ പറയണത്? ദൈവത്തെ ഭീഷണിപ്പെടുത്തിക്കണത്. എന്ന് പറഞ്ഞാൽ ചെയ്യണമെന്നല്ല. അല്ല, നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മാർക്കിടുമ്പോൾ മറ്റ് ചോദ്യങ്ങൾക്ക് നിങ്ങൾ എന്ത് ഉത്തരം പറഞ്ഞെന്ന് കൂടി ഈ മാർക്കിടുന്ന ആളെ നോക്കൂ. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകണം. ഒരു ചോദ്യത്തിന് മാർക്കിടുമ്പോൾ മറ്റ് ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ എന്ത് മാർക്കിട്ടെന്ന് കൂടി മാർക്കിടുന്ന ആളെ നോക്കും. എന്താ കാര്യം? ഈ ചോദ്യത്തിന് മറ്റ് ചോദ്യങ്ങളെല്ലാം തോക്കുകയും ഈ ചോദ്യത്തിന് മാത്രം നിങ്ങൾ ഉത്തരം പറയുകയും ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ കോപ്പി അടിച്ചെന്നാണ്. അതാണ് സംഭവം. പറഞ്ഞാൽ മനസ്സിലാകേണ്ടത്. വളരെ സൂക്ഷിച്ച് മനസ്സിലാക്കണം. ദൈവമായിട്ട് ഇടപെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ മിനിമം വോൾട്ടേജ് ഇല്ലാതെ പറ്റത്തില്ല. ഇതൊരു സീരിയസ്, ഞാൻ എന്നും നിങ്ങളോട് കാലയെ പിടിച്ച് പറഞ്ഞിട്ടുള്ളൊരു സത്യമാണ്. ദൈവമായിട്ട് ഇടപെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണാടിയിൽ നിങ്ങളെ കാണുന്ന പോലെ പരിശുദ്ധാത്മാവിനെ ഫ്രണ്ടിൽ കാണണം. എന്നിട്ട് നിങ്ങൾ നിരന്തരമായിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കണം. ഒന്ന് കൈ നെഞ്ചത്ത് വെച്ച്, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവസ്നേഹത്തിൽ വളരാൻ വിശേഷവിധിയായ സാക്ഷ്യത്തിനായി പരിശുദ്ധാത്മാവിനാൽ എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവിനാൽ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം നമ്മൾ എവിടം വരെയാണ് എത്തിയത്? എന്തിനാണ് ഉടമ്പടി എടുക്കുന്നത്? എങ്ങനെ സ്നേഹിക്കാൻ? അതാണ് വിഷയം. ഇപ്പോൾ ഓക്കെ ആയില്ലേ? അപ്പോൾ ഇതാണ് എന്തിനാണ് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം മറന്നു. ആശങ്കകൾ മറന്നു, വിവാഹം മറന്നു, ജോലി മറന്നു, മക്കളില്ലാത്ത അവസ്ഥ മറന്നു, ജോലി ഇല്ലാത്ത അവസ്ഥ മറന്നു. എല്ലാം നമ്മളെ കൊണ്ടുവന്ന് അമ്മയെ ഏൽപ്പിച്ചിരിക്കുകയും എവരിത്തിങ്.
എല്ലാം എവരിത്തിങ് നമ്മൾ കൊണ്ടുവന്ന് അമ്മയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ അപ്പൻ്റെ കാര്യം, അപ്പൻ്റെ പേരെന്താണ്? സുധീർ കുമാർ എന്നാണ് ഈ അപ്പന്തനായ അപ്പൻ്റെ പേര്. ആ മകൻ്റെ പേര് ദിനദേവ്. അപ്പോൾ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും അന്ധരാണ്. ഇവർ രണ്ടുപേരും ആൾക്കാരും ഇവർ അന്ധരായിട്ട് തന്നെ നിൽക്കണം. അപ്പോൾ ഈ മകൻ്റെ വിഷയം എന്താണ്? അവന് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം. അപ്പോൾ അവനോടൊരു +1 കൊണ്ട് ചേർക്കും കമ്പ്യൂട്ടർ സയൻസ്. ഇപ്പോൾ +1 ആദ്യം അവിടെ ചെല്ലുമ്പോൾ എല്ലാ തടസ്സമാണ്. നിങ്ങൾ എല്ലാ തടസ്സമാണെന്ന് പറഞ്ഞ് പുറകോട്ട് പോകരുത് കേട്ടാ. ചില ആൾക്കാർക്കൊരു കുഴപ്പമുണ്ട്, എവിടെയെങ്കിലും പോയി തടസ്സം അടിച്ചാൽ എന്നെ കഴിയില്ല, അവിടെ പോയിട്ട് അതൊന്നും നടക്കത്തില്ലെന്ന് പറയും. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ബാക്ക് അടിക്കും. ഉടമ്പടി എടുക്കുന്നവരൊരിക്കലും ബാക്ക് അടിക്കരുത്, മുമ്പോട്ട് തന്നെ പോകത്തുള്ളൂ. നമ്മൾ പുറകോട്ട് വരത്തില്ല. ഉടമ്പടി എന്താ കാര്യം? ഞാൻ നിനക്ക് മുമ്പേ പോകും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വായിച്ചോളൂ. ഞാൻ നിനക്ക് മുമ്പേ പോകും. മത്തായി 11:10. മത്തായി 11:10. ഇതാ നിനക്ക് മുമ്പേ എന്റെ ദൂതനെ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ മുമ്പേ പോയി നിനക്ക് വഴിയൊരുക്കും. എപ്പോഴും ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഉടമ്പടിക്കാർക്ക് കിട്ടിയിരിക്കുന്ന വാഗ്ദാനമാണ്. മനസ്സിലായില്ലേ? നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം എബ്രാഹത്തിനോട് പറഞ്ഞാലും വചനങ്ങളെന്ന് പറയുന്നത് ആരോട്? ഉടമ്പടി എടുത്തവർക്ക് വെളിപ്പെടുത്തിയ ജനകോടികൾക്ക് വേണ്ടിയുള്ള ഉത്തരങ്ങളാണ് ബൈബിൾ വചനങ്ങളെല്ലാം. മനസ്സിലായില്ലേ? ഉടമ്പടി എടുത്തവർക്ക്, ദൈവത്തോട് ഉടമ്പടി എടുത്തവർക്ക് ദൈവം വെളിപ്പെടുത്തിയ ഉത്തരങ്ങളാണ് ബൈബിൾ വചനം മുഴുവനും. ഇപ്പോൾ എബ്രഹാം ഉടമ്പടി എടുത്തതാണ് ഇല്ലേ? പിന്നെ മോസസ് ഉടമ്പടി എടുത്തതാണ്. ഈ ഉടമ്പടി എടുത്ത ആൾക്കാർ ജോഷുവ ഉടമ്പടി എടുത്തതാണ്, ഈശോ ഉടമ്പടി എടുത്തതാണ്. ഈ ബൈബിളിലുള്ള എല്ലാ ആൾക്കാരും ഉടമ്പടി എടുത്തവരാണ്. പിതാവിനോടാണ് ഉടമ്പടി എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഈ എടുത്തവർക്കെല്ലാം ഈ ഉടമ്പടി എടുത്തവരോടാണ് ദൈവം സംസാരിച്ചിരിക്കുന്നത്. അതാണ് ദൈവവചനം മുഴുവനും. ദൈവവചനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? ഉടമ്പടി, ദൈവത്തോട് ഉടമ്പടി എടുത്തവരോട് ദൈവം സംസാരിച്ച സംസാരങ്ങളാണ് വചനം. എന്താണ് ബൈബിൾ വചനം? എന്താണ് ഒന്ന് പറഞ്ഞ? ദൈവത്തോട് ഉടമ്പടി എടുത്തവരോട് ദൈവം കൊടുത്തിട്ടുള്ള സംഭാഷണങ്ങളും വാഗ്ദാനങ്ങളുമാണ് വിശുദ്ധ ബൈബിൾ. അപ്പോൾ ഉടമ്പടി എടുത്തവരോട് സംസാരിച്ചതാണ്. അപ്പോൾ എബ്രഹാം ഉടമ്പടി എടുത്തതാണ്, മോസസ് ഉടമ്പടി എടുത്തതാണ്, ജോഷുവ ഉടമ്പടി എടുത്തതാണ്. അങ്ങനെ എല്ലാവരും തന്നെ ദൈവത്തോട് ഉടമ്പടിയിലാണ്. ഇപ്പം ദാവീദ് പോലും ഉടമ്പടിയിലാണ് ദൈവമായിട്ട്. അത് ഉടമ്പടി വഴി ദാവീദിന് കിട്ടിയത് പരിശുദ്ധാത്മാവിനെ കിട്ടിയായിരുന്നു. പുള്ളിക്കാരൻ്റെ ചില ചുറ്റിക്കളിക്കാരനത് കളഞ്ഞെടുത്ത്, പക്ഷേ എന്നിട്ട് പുള്ളിക്ക് പക്ഷേ ആ ഉടമ്പടിയെക്കുറിച്ച് ഹി വാസ് സോ കോൺഷ്യസ് അബൌട്ട് ദാറ്റ്. പുള്ളി പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റി, പക്ഷേ എനിക്ക് കാലെപ്പിടിച്ച് പറയുകയാണ്, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. എന്തോ ഒരു ദാവീദിൻ്റെ പ്രാർത്ഥനയെപ്പോലെ ഒരു പ്രാർത്ഥനയും ദൈവത്തിൻ്റെ ചങ്കലൊച്ചിട്ടില്ല. കാര്യം ആത്മീയ തകർച്ചയുടെ വക്കിൽ നിൽക്കുമ്പോഴും ഇവൻ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ഓർക്കും. കൈയടിക്കട്ടെ, ശ്രുതികട. ദേവാ
എപ്പോഴെങ്കിലും നിൻ്റെ പാപത്തെക്കുറിച്ചൊരു ഭാരം തോന്നിയാൽ നീ എപ്പോഴും ഓർക്കേണ്ടത് കർത്താവിൻ്റെ രക്തത്തെക്കുറിച്ചാണ്. എബ്രാഹത്തിനോ മോസസിനോ ഇല്ലാതിരുന്ന, ജോഷുവയ്ക്കും പിതാക്കന്മാർക്കും പ്രവാചകന്മാർക്കും ഇല്ലാതിരുന്ന ഒരു ആനുകൂല്യം നമുക്കുണ്ട്. എന്താണ്? അവൻ്റെ വിശുദ്ധ രക്തം. കയ്യടിക്കട്ടെ, സ്തുതിക്കട്ടെ. ഷിബിലി മനോജ്. ഞാൻ കോട്ടയം ജില്ലയിൽ വരുന്നു. വിജയപുരം രൂപത സെൻറ്റ് മേരീസ് ചർച്ച് തെള്ളകം ആണ് എൻ്റെ ഇടവക. ഞാൻ ആദ്യമായിട്ട് പറയുന്നത്, എനിക്ക് എൻ്റെ കുടുംബത്ത് ഒത്തിരി ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ടായിരുന്നു. എൻ്റെ ഭർത്താവ് ഒരു മദ്യപാനിയായിരുന്നു. ഭർത്താവ് എന്നും മദ്യപിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മെൻ്റൽ രോഗിയെ പോലെയാണ്. എന്നും വന്നു കഴിഞ്ഞാൽ സ്വസ്ഥതയില്ല, സമാധാനവും ഇല്ല. എന്നെയും പിള്ളേരെയും എടുത്ത് തല്ലുകയും വഴക്കുണ്ടാക്കുകയും എല്ലാം ചെയ്യും. അപ്പം ഞങ്ങൾക്ക് വീടുമില്ല. 3 വർഷമായിട്ട് ഈ ഷെഡിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. 3 ഷെഡ് ഞങ്ങൾ മാറി മാറി വെച്ചു. എന്നിട്ടും ഭർത്താവ് കൂടിയായപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരത്തിയോട് പറഞ്ഞു, ഞാനൊരു ആശാ വർക്കറും കൂടിയാണ്. കൂട്ടുകാരത്തിയോട് പറഞ്ഞു, എടി ഇന്ന പോലെ പ്രശ്നങ്ങളൊക്കെയാണ് കുടുംബത്ത്, എന്നാ ചെയ്യേണ്ടത്? ഞാൻ എന്നും പള്ളിയിൽ പോവുകയും എല്ലാ ധ്യാന കേന്ദ്രങ്ങളിൽ പോവുകയും എല്ലാം ചെയ്തു. പക്ഷേ മാതാവ് എനിക്കൊരു വീടും തന്നില്ല. എൻ്റെ ദൈവം എനിക്കൊരു വീടും തന്നില്ല. ഭർത്താവിൻ്റെ മദ്യപാനവും മാറിയില്ല. ഞാനിനി എന്നാ ചെയ്യും? ഞാനിനി പിള്ളേരെ ആയിട്ട് മരിക്കുകയോ വല്ലതും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കൂട്ടുകാരത്തി പറയുന്നത്, ഇതെൻ്റെ കൂട്ടുകാരത്തിയുടെ മോളാണ്. ഈ കൊച്ചിൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഒന്നും വിഷമിക്കേണ്ട, യൂട്യൂബിൽ കയറി കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥന എന്നും 5:30 എഴുന്നേറ്റ് ചെല്ലി നോക്കാൻ പറഞ്ഞു. അത് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ 3 ദിവസം അടുപ്പിച്ച് ഞാൻ മാതാവിൻ്റെ പ്രാർത്ഥന 5:30 എഴുന്നേറ്റ് ചെല്ലും. അപ്പോൾ അതും എനിക്കൊരു ശല്യമായിരുന്നു. ഈ പുള്ളി 4 മണിയാകുമ്പോഴേ എണീക്കും. അപ്പം നീ ചോദിക്കും, നീ എന്നാ പ്രാർത്ഥനയെ കേൾക്കുന്നത്? എനിക്ക് എൻ്റെ മണർകാട്ടമ്മയ്ക്ക് അടിമയാണ് ഞാൻ. മണർകാട്ടമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് മാതാവുള്ളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ വന്ദിച്ചാലും നിന്ദിക്കരുത്, മാതാവെല്ലാം ഒരുപോലെയാണ്. എന്നാലും കൃപാസനമ്മ ഒരു ഉടമ്പടിയുടെ മാതാവാന്ന് പറഞ്ഞു. ഉടമ്പടിയുടെ മാതാവാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ വീണ്ടും ഇങ്ങനെ ചൊല്ലി കഴിഞ്ഞപ്പോൾ 3-ാം പൊക്കം. ഇപ്പോൾ ഈ കുടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പുള്ളി ജോലിക്കും പോകത്തില്ല. എനിക്ക് പിള്ളേരുടെ 3 പിള്ളേരുടെ പ്രാരാബ്ദങ്ങളും ഞാൻ ഏറ്റെടുക്കണം. അവരെ വിദ്യാഭ്യാസവും ചെയ്യിക്കണം. പണിയുണ്ടെങ്കിൽ ആ പൈസ ചിലവിന് തരും, പിള്ളേരുടെ കാര്യത്തിന് വേറൊന്നിനും തരത്തുമില്ല. അങ്ങനെ ഞാൻ വിഷമിച്ചിരുന്നപ്പം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് 23 വർഷമായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്യും, പിള്ളേരെ 3 പേരെയായിട്ട് വീട്ടിൽ പൊക്കോ, എനിക്ക് എൻ്റെ വീട്ടിൽ കിടക്കാൻ ഇടയുണ്ട്, ഞാനിവിടെ കിടന്നോളാം, വീട്ടിൽ പൊയ്ക്കോളാൻ പറഞ്ഞു. അല്ലെങ്കിൽ പ്ലെയിനും ട്രെയിനും കപ്പലും ഒന്നും അല്ലാത്ത വാഹനം അല്ലാത്ത എല്ലാ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ്. എവിടെയെങ്കിലും പോയി ഒരു വാഹനം ഓടിക്കാൻ ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് ഞാനിത് ഇങ്ങനെ പറഞ്ഞു. തലേദിവസം പറഞ്ഞു, 3-ാം പൊക്കം ഉടമ്പടി മാതാവ്, കൃപാസന മാതാവ് എൻ്റെ വീട്ടിൽ മുല്ലപ്പൂ മണമായിട്ട് വന്നു. അപ്പം ഞാൻ ഓർത്തത് എന്ത് കളിയായിരിക്കും, മുല്ലപ്പൂ മണം കൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ തറവാട്ടിൽ ചെന്ന് നോക്കുന്നു, അയലൊക്കത്തുള്ള വീട്ടുകളിലെല്ലാം ചെന്ന് നോക്കുന്നു, ആരാണ് വല്ല ലോഷനോ വല്ല നല്ല മണമുള്ള എന്തെങ്കിലും ഇട്ട് തുണിയൊക്കെ അലക്കി പശയൊക്കെ മുക്കിയിട്ടുണ്ട്. ഞാൻ എല്ലായിടത്തും ഓടി നടന്നിട്ട് ഒന്നുമില്ല, ഒരു മണം. അത് കഴിഞ്ഞ് എനിക്ക് ഇങ്ങനെ വെളിപ്പെടുത്തരുന്നത് എൻ്റെ കൃപാസന മാതാവ് എൻ്റെ ഭവനത്തിൽ വന്നതാണ്. അന്ന് തന്നെ ഈ പുള്ളിയെ ഞാൻ വഴക്കുണ്ടാക്കി. പുള്ളി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, പിള്ളേരെയും കൊണ്ട് പൊയ്ക്കോളാൻ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. പക്ഷേ പുള്ളി ഒരു കമ്പനിയിൽ ജോലി ചോദിക്കാൻ പോയിരുന്നതായിരുന്നു. വൈകുന്നേരം ഒരു 5 മണിയായപ്പം വന്നിട്ട് പറഞ്ഞു, എടി ഏറ്റുമാനൂർ സെൻറ്റ് മേരീസ് സിമെൻറ്റ് കമ്പനിയിൽ കമ്പിയും സിമെൻറ്റും ഒക്കെയുള്ള വലിയ ചെന്നൈയിൽ നിന്ന് വരുന്ന വലിയ ഗോഡൗണുള്ള കമ്പനിയാണ്, എനിക്കവിടെ ജോലി കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, മാതാവിനെ കുറ്റം പറഞ്ഞില്ലായിരുന്നോ? ഇത് ആരാ തന്നത്? മാതാവ് ഇന്ന് എൻ്റെ അടുത്ത് മുല്ലപ്പൂ മണമായിട്ട് വന്നെന്ന് പറഞ്ഞു. അന്ന് തന്നെ പള്ളിയിൽ തന്നെ അച്ഛൻ വിളിക്കുവാണ്,
ഷിബിലി നിങ്ങൾക്ക് വീടിന് ഞങ്ങൾ രൂപതയിൽ നിന്ന് തരാമെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ പള്ളിയിലേക്ക് വാ, നാളെ നമുക്ക് തറക്കല്ലിടാമെന്ന്. പുള്ളിക്ക് അന്ന് ജോലിയും കിട്ടി. പിറ്റേ ദിവസം തറക്കല്ലിടിയിലും നടന്നു. ഭവനം പണി ഞങ്ങൾ തറക്കല്ല് ഇട്ട് തറ കെട്ടിക്കഴിഞ്ഞ് കുറച്ച് നാളത്തേനത് അങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ലൈഫിൽ EMS ഭവന പദ്ധതി തൊട്ട് ഞാൻ പഞ്ചായത്തിൽ വീടിന് കൊടുത്തിരുന്നതാണ്. എനിക്ക് ഒരു അനുഗ്രഹവും പഞ്ചായത്തിൽ നിന്ന് കിട്ടിയില്ല. അപ്പോൾ പള്ളിയിൽ നിന്ന് പറഞ്ഞു വീട് പണിത് താക്കോല് കയ്യിൽ തരാം, ഫുള്ളായിട്ട് പണിത് തരാമെന്ന് പറഞ്ഞു. അതും തടസ്സപ്പെട്ടു പോയി. അപ്പം പെര പണിയുന്നതിൽ ഒത്തിരി ശത്രുതയൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ നാഗമ്പടം പള്ളിയിൽ പോയി ദിവസവും എല്ലാ ചൊവ്വാഴ്ച ദിവസവും, പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനവും മാറി, വീടിനും തടസ്സം മാറിയില്ല. അത് മാറുകയില്ല. അതുപോലെ ഞാൻ കണ്ണുനീര് തമ്പുരാൻ്റെ മുമ്പിൽ കളഞ്ഞിട്ട് അത് മാറുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഈ കഴിഞ്ഞ ദിവസം ഈ ലൈഫിൻ്റെ പദ്ധതി വന്നപ്പോഴും പറഞ്ഞു, അയ്യോ ഷിബിലിക്ക് പ്രായക്കുറവാണ്, 60 വയസ്സിന് മേളിലോട്ടുള്ളവർ വല്ലവരും ഉണ്ടെങ്കിലേ ഉള്ളൂ അനുവദിച്ച് കിട്ടുകയുള്ളെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം എൻ്റെ മാതാവിനോട് പറഞ്ഞു, എനിക്കിപ്പം ഞാനിങ്ങനെ മാതാവ് വന്നു കഴിഞ്ഞ് ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഉടമ്പടി എടുക്കാനൊന്നും പറ്റിയില്ല. ഞാൻ വന്നപ്പം ഒരിക്കലും എങ്ങും കാണാത്തതായ ഒരു നല്ലൊരു അന്തരീക്ഷമാണ് വന്നുവെച്ച്. ഞാൻ ഈ ഭർത്താവും വീട്ടിൽ ആരും അറിയാതെ കണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ കൂട്ടത്തിലാണ് ഞാൻ വന്നത്. ഞങ്ങൾ ഈ സിറ്റുവേഷനെല്ലാം അറിഞ്ഞു പോയിട്ട് ഞാൻ പ്രാർത്ഥിച്ചെടി നമുക്ക് പോകാം, നമ്മളൊരു ആശാ വർക്കറും കൂടിയാണ്, നമുക്ക് ഫീൽഡിൽ വർക്കുണ്ട്, PHSയിൽ വർക്കുണ്ട്, അങ്ങനെ കുറേ സബ് സെൻ്റർ വഴി വഴക്കുണ്ട്, എന്നാലും നമുക്ക് ഇതൊക്കെ വെച്ച് നമുക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട്, എടി പൈസയ്ക്ക് ബുദ്ധിമുട്ടാണ്, അത് പൈസയൊക്കെ എങ്ങനെയും ഉണ്ടാകും, നീ ധൈര്യമായിട്ട് പോരാൻ പറഞ്ഞ് ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ചേച്ചി പറയുക, നീ എടി ഞാൻ കൃപാസനത്തിൽ പോവുക, ഒരു 6 മണിയായപ്പോൾ ഒരുങ്ങിയിട്ട് പോയി, നിൻ്റെ പണിയൊക്കെ കഴിഞ്ഞോ, വീട്ടിൽ ആരും അറിയണ്ട, നമുക്ക് കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും ഇവിടെ വന്നു. ഫെബ്രുവരി 2-ാം തീയതി ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. ഫെബ്രുവരി 2-ന് വന്ന് ഉടമ്പടി എടുത്തു. മാർച്ച് ആദ്യം തന്നെ എനിക്ക് കട്ടള വെക്കാനായിട്ട് ഉള്ള പണവും കിട്ടി, പള്ളിയിൽ നിന്ന് കിട്ടി. അങ്ങനെ എനിക്ക് വഴിയില്ല, 3-4 ലോഡ് കട്ട വഴിയിലിറക്കുന്നു, മിറ്റിൽ പൊടി ഇറക്കുന്നു, സകല സാധനവും വഴിയിലിറക്കിയിട്ടിരിക്കുന്നു. മഴയുടെ മാസവും എന്നെ അന്ന് പറഞ്ഞാലും അമ്മ മാതാവ് ഇടപെട്ട് എൻ്റെ ഭവനം പണി ഇന്ന് വാർത്തു. അപ്പോൾ എനിക്ക് വന്ന മേസ്തിരി എങ്ങനെയുള്ളതായിരുന്നറിയോ, ഇവിടെ കൃപാസന ഉടമ്പടിയുള്ള മേസ്തിരി. അപ്പോൾ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ നമ്മുടെ ഈ കൃപാസനത്തിലെ പുസ്തകമൊക്കെ എടുത്തു വെച്ച് ഞാൻ തിരിയും കത്തിച്ച് കൃപാസന തൈലോ ഉപ്പും എല്ലാം കൊണ്ടുവന്ന് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുക. അവരാരും പ്രാർത്ഥിക്കില്ല, എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുക. അമ്മയുടെ ഒരു കാശ് രൂപവും അന്ന് രാവിലെ ഞാനും എൻ്റെ മോളും കൂടി എൻ്റെ ഇടവപ്പള്ളിയിൽ പോയി, അടുത്ത ഇടവപ്പള്ളിയിൽ പോയി അച്ഛനെ കൊണ്ടൊരു കുരിശും വ്യഞ്ചരിപ്പിച്ചു. അമ്മേനെയും കട്ടലയുടെ അടിയിൽ വെച്ചിട്ട് എന്നോട് കൃപാസന തൈലം ഇട്ടാ ഉപ്പ് ഇട്ടങ്ങ് കുഴച്ചേച്ച് എൻ്റെ കട്ടലയ്ക്ക് അടിയിലൂടെ വെച്ചു. ഇത് അമ്മയുടെ തിരുക്കുമാരൻ്റെയും കരങ്ങളിലേക്ക് തന്നിരിക്കുക. എനിക്ക് മെയ് 22-ന് ഇപ്പുറം എനിക്ക് ഭവനം നീ തരണേന്ന് പ്രാർത്ഥിച്ചു. മെയ് 22-ന് ഇപ്പുറം എൻ്റെ വീട് വാർത്തു. ഇനി ബാക്കി പണികളെല്ലാം കിടക്കുമോ. എനിക്കെൻ്റെ ജീവിതത്തിൽ നടക്കാത്ത കാര്യം എൻ്റെ അമ്മ നടത്തി തന്നു. പിന്നെ രണ്ടാമത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിന് വിശ്വസിക്കാൻ തക്കവണ്ണം ഈ പുള്ളി കമ്പനി ജോലി കിട്ടിയെന്ന് പറഞ്ഞു, എടി എനിക്ക് KV ലൈസൻസ് ഇല്ല, ഞാൻ ഈ പണി അങ്ങ് നിർത്താൻ പോവാം. അപ്പം ഞാൻ എന്നാ വിചാരിച്ചെന്ന് വെച്ചാൽ എനിക്ക് രാവിലെ തൊട്ട് കുടിച്ചിട്ട് വന്ന ശല്യമാണ്. ഞാൻ ആശിൽ ഓപ്പിടുപ്പിട്ട് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ പോയി അവിടെ വരും. എൻ്റെ കൂട്ടുകാരാണ് പിന്നെ പുള്ളിയെ ഓടിച്ചു വിടുന്നത്. എന്നെ ജോലി ചെയ്യിപ്പിക്കുകയില്ല. അങ്ങനെ ഇരുന്ന് എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ പൈസ അടയ്ക്കാം, നിങ്ങൾ ഹെവി ലൈസൻസിന് അപേക്ഷിക്കാൻ പറഞ്ഞു. അന്നേരവും പറഞ്ഞു, എൻ്റെ മണർകാട്ടമ്മ ഉണ്ടെങ്കിൽ എനിക്ക് അത് ഞാൻ പാസ്സാകുമെന്ന് പറഞ്ഞു. ആദ്യമേ പോയി പാസ്സായില്ല. അത് കഴിഞ്ഞ് രണ്ടാമതും പോയി പാസ്സായില്ല. 99 മാർക്കും കിട്ടി. പുള്ളിക്ക് 1 മാർക്കിന് പോവുക 2 പ്രാവശ്യവും. ഞാൻ അന്നേരം പറഞ്ഞു, അമ്മയെ കുറ്റം പറഞ്ഞില്ലേ, അമ്മ തമാശയുള്ള അമ്മയൊന്നുമല്ല, ഉടമ്പടിയുടെ മാതാവാന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് വിളിച്ചു ഇതിന് ചെല്ലാൻ പറഞ്ഞപ്പം പറയേ എടി ആ കാശ് രൂപ ഇങ്ങോട്ടൊന്ന് തരാവോ, ആ തൈല ഇച്ചിരി എൻ്റെ നിറകയിലും ദേഹത്തും എല്ലായിടത്തും ഒന്ന് പെരട്ടാവോ, എൻ്റെ സ്കൂട്ടറിൽ കൊണ്ട് ആ ഉപ്പൊന്ന് വെതറാവോ, പേടിച്ചാവോ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് രാഷ്ട്രത്തെ പരീക്ഷണ, ഇതുകൊണ്ട് ധൈര്യമായിട്ട് അങ്ങ് പൊയ്ക്കോളാൻ പറഞ്ഞു. പോയി ഒരു 5:30 മഴയാണ്. പുള്ളി ഒരു 5:30 ആയപ്പം വിളിച്ചിട്ട് പറയും എടി ഞാൻ പാസ്സായി കേട്ടോ എന്ന്. ഞാൻ പറഞ്ഞത് ആരാ പാസ്സാക്കിയെന്ന് ചോദിച്ചു. ഇത് മാതാവാ പാസ്സാക്കിയെന്ന് പറഞ്ഞു. അത്ഭുതം. അങ്ങനെ വിശ്വാസത്തിൽ വാ. അത് കഴിഞ്ഞ് എൻ്റെ തിരിയും സാധനങ്ങളും ഒക്കെ തീർന്നു കഴിഞ്ഞപ്പം പുള്ളി പറഞ്ഞു വണ്ടി വർക്ക്ഷോപ്പിലാണ്, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇന്ന് ഇവിടെ കിടന്ന് ഉറങ്ങാൻ ഞാൻ പോകുന്നത്. എന്നാൽ പപ്പ ഒരു കാര്യം ചെയ്യും, എൻ്റെ തിരി സാധനങ്ങളൊക്കെ തീർന്നു, നമുക്ക് സ്കൂട്ടറെ കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞു. കോട്ടയത്തുനിന്ന് ഞങ്ങൾ ഇവിടെ സ്കൂട്ടറെ വന്നു. എനിക്ക് ആവശ്യമുള്ള എൻ്റെ സാധനങ്ങളും എല്ലാം വാങ്ങിച്ച് അവിടെ 2:30 ആകുമ്പം വണ്ടി കിട്ടും, നമുക്ക് പോകാം. എന്നെ ഇവിടെ 2:30 ആകുമ്പം കൊണ്ടുവരണേ, എനിക്ക് വണ്ടി കമ്പനി ലോഡ് കയറ്റാനുള്ളതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 2:30 ആകുമ്പോൾ വരാമെന്ന്. 2:30 ആയപ്പം ചെന്ന് എനിക്ക് സന്തോഷകരമായ ഒരു പുള്ളിക്കും വിശ്വാസമായി. കാരണം അമ്മ പറഞ്ഞാൽ തീരാൻ പറ്റിയല്ലോ അമ്മയുടെ അനുഗ്രഹം. അങ്ങനെ അത് പറഞ്ഞു. വീട് പണി നടന്നു. പിന്നെ എൻ്റെ മോന് എൻ്റെ അനിയത്തിയുടെ കൊച്ചിൻ്റെ കുർബാനയ്ക്കുള്ള ഏപ്രിൽ മാസത്തിലായിരുന്നു. അവൾ സൗദിയിലാണ്. അപ്പം വന്നപ്പോഴത്തേക്കും കൊച്ചിൻ്റെ കുർബാന എപ്പോഴും ഏപ്രിൽ മാസത്തിൽ നടത്തുമോ. അന്നേരം അനിയനും കൊച്ചും മാത്രമേ ഉള്ളൂ അവർ താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇളയ മോനോട് പറഞ്ഞേടാ നീ ഇന്ന് വാ, എനിക്ക് നമ്മുടെ വീടൊക്കെ ഇന്ന് ഒരുക്കണ്ടേ വരാൻ പറഞ്ഞു. അപ്പം രാവിലെ ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റിയില്ല, ഇവന് ക്ഷീണം കൊണ്ട് അങ്ങ് കിടന്നു. അപ്പം പറഞ്ഞു സ്കൂട്ടർ എടുത്തുകൊണ്ട് കൊച്ചു അവിടെ കടയിൽ ചെന്ന് 500 രൂപയ്ക്ക് നമുക്ക് കഴിക്കാനുള്ള സാധനവും വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പം 4 സൈഡിൽ നിന്നും വണ്ടി വരുന്നതാണ്. കൊച്ചാണെങ്കിൽ 16 വയസ്സോ ആയുള്ളൂ. ഒരു ഹിന്ദിക്കാരൻ റെൻറ്റിന് വണ്ടി എടുത്തുകൊണ്ട് വന്നതാണ്. കൊച്ചിനെ ഇടിച്ചു. കൊച്ചിൻ്റെ കാറിൻ്റെ ഫ്രണ്ട് വഴി മേളുവഴി കൊച്ച് അപ്പുറത്ത് കടന്നു. കൊച്ചിൻ്റെ കൈവെള്ളയിൽ ഒരു പോറൽ മാത്രമേ പറ്റിയുള്ളൂ. അന്നേരം ആരാ രക്ഷപ്പെടുത്തി? എൻ്റെ കൃപാസന മാതാവ്. അത് കഴിഞ്ഞ് അന്ന് കുർബാനയ്ക്കുള്ള പാട് പിറ്റേ ദിവസം 4 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ സൗദിയിൽ നിന്ന് വന്നു. കുർബാനയ്ക്കുള്ള പാട് നടന്ന് രാത്രിയിൽ ഞങ്ങൾ 2 പേരും പോയി. 2 പേരും അവരുടെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വഴിയില്ല. അപ്പം ഇങ്ങനെ കൊക്ക പോലെയാണ് താഴെ. സ്കൂട്ടറെ വന്നിട്ട് എന്നെ താഴെ ഇറക്കിയിട്ട് ഞാൻ ഹെൽമെറ്റും ഒക്കെ ആയിട്ട് പിടിച്ചോണ്ട് ഞാൻ നോക്കുമ്പോൾ കൊക്കയിലേക്ക് ഇങ്ങനെ വണ്ടിയായിട്ട് നിൽക്കുക. മാതാവ് തടഞ്ഞ് നിർത്തിയിരിക്കുക. ഞാനെന്നിട്ട് പിടിച്ച് വലിക്കുക. ഒന്നും പറ്റിയില്ല, ഒരു പോറൽ പോലും പറ്റിയില്ല. ഞങ്ങൾ 2 പേരും കൂടി വണ്ടി വലിച്ചു കയറ്റി വഴിയിലേക്ക് കയറ്റി ഞങ്ങൾ വീട്ടിൽ പോയി. അങ്ങനെ മാതാവ് കാത്തു. പിറ്റേ ദിവസവും ഞാൻ പറഞ്ഞു പപ്പ നാളെ ഒരനുഭവം കൂടി വരുമെന്ന് പറഞ്ഞു. ഈ കുർബാനയ്ക്കുള്ള പാട് നടന്ന വീടിൻ്റെ അടുത്ത് ഈ പുള്ളി മുറുക്കുന്ന സ്വഭാവമുണ്ട്. അപ്പം പുള്ളിക്കാരൻ കരോട്ട വീട്ടിൽ മുറുക്കാൻ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്കും അവിടുത്തെ ആ ചേട്ടൻ മുറുക്കാൻ എടുക്കാൻ പോയ സമയത്ത് പട്ടീനെ പുന്നാരിച്ചതാണ്. പട്ടി ചെറുവിരലിൻ്റെ കടിച്ച് ബ്ലഡിൽ കുളിച്ച് നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞു നാളെ അനുഭവം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഈ പുള്ളി അമ്മയെ കളിയാക്കുമായിരുന്നേ. അപ്പം ഞാൻ പറഞ്ഞു വന്നിച്ചാലും നിന്ദിക്കരുത്, നമ്മളാരും വന്നിച്ചാലും നിന്ദിക്കരുത്. നമുക്കൊരു വിശ്വാസമുണ്ട്, ആ വിശ്വാസമുള്ള വ്യക്തിയാണ് നമ്മളോട് പറയുന്നത് വിശ്വസിക്കൂ ഫലം പെറുക്കി കിട്ടുമെന്നും. അങ്ങനെ അത് നടന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് വീട് പണിക്ക് വന്ന ചേട്ടൻ സിമെൻറ്റും ചുമന്ന് വെച്ച് തിരിച്ചു പോകുമ്പോൾ ഈ കൊക്കയിലേക്ക് തന്നെ ആ ചേട്ടൻ പറഞ്ഞു. ചേട്ടൻ വീണ് താഴെ അലക്കുകല്ല് കിടക്കുന്നു, വലിയ കൊക്ക, ഒരു പോറൽ പോലും പറ്റിയില്ല. നമുക്ക് എല്ലാ കാര്യത്തിനും മാതാവ് പടിയായി നമ്മളെ ഉയർത്തിക്കൊണ്ട്. അതാണ് എൻ്റെ വിശ്വാസം. ആരെന്നാ പറഞ്ഞെന്ന് പറഞ്ഞാലും എൻ്റെ അമ്മ കൈവിടില്ല. ആരെന്ത് പ്രാർത്ഥന പറഞ്ഞു. ഞാൻ പാലിയേറ്റീവ് കെയറിൽ പോകുമ്പോൾ അവിടെ എല്ലാം ഞാൻ പത്രമായിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ പിന്നെ പാലിയേറ്റീവ് കെയറിലെ ഞങ്ങളുടെ ആംബുലൻസ് ഓടിക്കുന്ന ആംബുലൻസ് വർക്ക്ഷോപ്പിലാണ്. അപ്പം അതിന് പകരം ഞങ്ങളുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന കുഞ്ഞുമോളി ചേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചിയുടെ ഭർത്താവിന് ഈ വെള്ളിമുങ്ങ വലിയ ഓട്ടോയുണ്ട്. ആ ഓട്ടോയാണ് ഞങ്ങളുടെ ആംബുലൻസിന് പകരം വരുന്നത്. അപ്പം ആ ചേട്ടനിങ്ങനെ പാലിയേറ്റീവിന് പോയിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് പുതിയ വീട് പണിയാണ്. മക്കൾ 3 പേരും UK-യിലാണ്, വീട് പണിയാണ്. അപ്പം പഴയ വീട് ചേട്ടൻ 2-3 കല്ലിളക്കി പൊളിച്ചപ്പോഴത്തേക്കും
ചേട്ടൻ്റെ ദേഹത്തേക്ക് ഈ വീട് മൊത്തം ഇടിഞ്ഞ് വീണിട്ട് ചേട്ടൻ മണ്ണിനടിയിലായി പോയി. അതിന് മുമ്പ് മോൻ UK എന്ന് വിളിച്ച് ചേച്ചിയും സംസാരിച്ചു, ചേട്ടനും സംസാരിച്ചു. എന്നിട്ട് ചേട്ടൻ സംസാരിച്ചിട്ട് ഓടിപ്പോയി വീടിളക്കി, വീട് മുഴുവൻ ദേഹത്ത് വീട്. ഒരു ഒച്ച കേട്ടിട്ടും ഈ ചേച്ചി മോനുമായിട്ട് വർത്താനം പറഞ്ഞ് വിളിച്ച് അവിടെ ഇരിക്കും. ഒച്ച കേട്ടും പറഞ്ഞു, ഓ സണ്ണിച്ചേട്ടനൊന്നുമില്ലായിരിക്കും, ഓടി മാറിക്കാണെന്ന് പറഞ്ഞിരിക്കും. അന്നേരം ഇപ്പുറത്ത് വീട് പണിയുന്ന ആൾക്കാർ വന്നു വെച്ച് ചേട്ടനെ നോക്കിയപ്പോൾ ചേട്ടനെ കാണുന്നില്ല. ചേട്ടൻ മണ്ണിനടിയിൽ ബ്ലഡിൽ കുളിച്ച് കിടക്കുക, തലച്ചോറ് ഒരു സൈഡിലേക്ക് പോയി. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, എൻ്റെ കൃപാസനമ്മേ, സണ്ണിച്ചേട്ടൻ എല്ലാവർക്കും വേണ്ടി സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എത്രയോ നല്ല മനുഷ്യനാണെന്നറിയാവോ. അത് അങ്ങനെ നല്ല സേവനം ചെയ്യുന്ന ഒരു വ്യക്തി. സണ്ണിച്ചേട്ടൻ ഒന്നും വരുത്തില്ല. എൻ്റെ കൃപാസനമ്മേ, ഞാൻ സാക്ഷി പറഞ്ഞോളാം. അപ്പം മക്കൾ രക്ഷപ്പെടിയാലെന്ന് പറഞ്ഞ് ICU ആണ്.